നമസ്കാരം. ഇന്ന് നമ്മൾ പഞ്ചായത്ത് സീസൺ 4 കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് റിവ്യൂ അടിസ്ഥാനമാക്കിയൊരു വിശകലനം നടത്തുകയാണ്. ആ ഈ റിവ്യൂവിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്, പ്രേക്ഷകരെങ്ങനെ ഇതിനെ സ്വീകരിച്ചു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ റിവ്യൂ ശരിക്കും പറഞ്ഞാല് കഥാപാത്രങ്ങൾ, ടെക്നിക്കൽ സൈഡ്, മൊത്തത്തിലുള്ളൊരു ഫീൽ ഇതിലൊക്കെ കടന്നു പോകുന്നുണ്ട്. അതെ. അപ്പം നമുക്കിതിലെ പ്രധാന കാര്യങ്ങളിലേക്കൊന്ന് കടന്നാലോ? ഓക്കെ. അപ്പോൾ ഈ റിവ്യൂവിൽ ആദ്യം തന്നെ ഒരു ചോദ്യം വരുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്ന പോലെ, റിങ്കയുടെയും അഭിഷേകിന്റെയും കാര്യം. കുറച്ചൊക്കെ പുരോഗതിയുണ്ട്, എന്നാലും എന്താ പറയുക, പ്രതീക്ഷിച്ച അത്രയും ഒരു റൊമാൻറ്റിക് ട്രാക്ക് വന്നില്ല എന്ന് ഈ റിവ്യൂവിൽ ഒരു നിരീക്ഷണമുണ്ട്. ഉണ്ട്. അത് ശരിക്കും പ്രേക്ഷകരുടെ ഒരു ആകാംക്ഷയെ ഇവരെ കറക്റ്റായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ ഷോയുടെ ഒരു സ്റ്റൈൽ അതാണല്ലോ, കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് പതുക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. കുറച്ചുകൂടി വേഗത്തിലാവാമായിരുന്നു എന്ന് തോന്നി എന്ന് ഈ റിവ്യൂവിൽ പറയുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഈ റിവ്യൂവിൽ ശരിക്കും ഹീറോ ആയിട്ട് പറയുന്നത് പ്രഹ്ലാദ് ചാച്ചയാണ്. അത് കറക്റ്റാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇമോഷണൽ പെർഫോമൻസ് അത് കണ്ടിരുന്നവരുടെ കണ്ണ് നനയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? എനിക്ക് തോന്നുന്നത് ഒരുപാട് വ്യക്തിപരമായ നഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സാധാരണ മനുഷ്യരുടെ ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതിലൊരു എന്താ പറയാ, ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ കണക്ട്. അതാണ് പ്രേക്ഷകരെ എത്ര ആകർഷിച്ചതെന്ന് തോന്നുന്നു ഈ റിവ്യൂ അനുസരിച്ച്. അതേപോലെ വികാസിന്റെ കാര്യം പറയുന്നുണ്ട്. വികാസ് ആണ്. കാരണം വികാസിനെ പോലെയുള്ള സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് എത്രത്തോളം സ്ട്രോങ് ആവുന്നുവോ അതെ, അത്രത്തോളം ആ ഷോയുടെ ഒരു ഡെപ്ത് കൂടും. അതെ. അവർ വെറുതെ മെയിൻ സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്യല്ല, അവരുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ റിവ്യൂ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ശരിയാണ്. പിന്നെ പഞ്ചായത്തിനെക്കുറിച്ച് ഈ റിവ്യൂയിൽ പറയുന്നൊരു പ്രധാന കാര്യം, ഷോയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഓരോ കഥാപാത്രവും ഒരു കഥയാണ് എന്നുള്ളതാണ്. അതെ. വളരെ ചെറിയ സംഭാഷണങ്ങൾക്ക് പോലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നും പറയുന്നു. അവിടെയാണ് അതിന്റെ ഒരു സട്ടിലായിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിന്റെ വിജയം, അല്ലേ? വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ആ സംഭാഷണങ്ങളിലൂടെ, ആ റിലേഷൻഷിപ്പുകളിലൂടെയൊക്കെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിനെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് ഈ റിവ്യൂല്. അതെടുത്തു പറയുന്നുണ്ട്. ഫൂലേര എന്ന ഗ്രാമത്തിനെ വളരെ നാച്ചുറലായിട്ട്, സിമ്പിളായിട്ട് പകർത്തിയെന്ന്, നമ്മളും ആ ഗ്രാമത്തിലുള്ളതുപോലൊരു ഫീല്. അതെ, ആ ഗ്രാമീണതയുടെ ഒരു ലാളിത്യം, ആ ഒരു സ്വാഭാവികത, അതൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ ആ വിഷ്വൽസ് കഥയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുത്തു എന്ന് ഈ റിവ്യൂ പറയുന്നു. അതുപോലെ BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് ഹൃദയസ്പർശിയായിരുന്നു. പക്ഷെ ഓവർ ഡ്രാമാറ്റിക് അല്ലായിരുന്നു. ആ ഒരു പഞ്ചായത്ത് സ്റ്റൈലിൽ തന്നെയായിരുന്നു എന്ന്. അതെ, അതാണ് ഇതിന്റെ ഒരു ഭംഗി. ആ ഇമോഷൻസിനെ എലിവേറ്റ് ചെയ്യാൻ സഹായിച്ചു, പക്ഷെ ഒരിക്കലും ആ സംഗീതം കഥയുടെ മുകളിലായില്ല. കൃത്യമായിട്ട് ടെക്നിക്കൽ കാര്യങ്ങൾ കഥയോട് അത്രയും ചേർന്ന് നിന്നു എന്ന് ഈ റിവ്യൂ കണ്ടെത്തുന്നു. പിന്നെ ആ ക്ലൈമാക്സ്, ആ ക്ലിഫ് ഹാങ്കർ, അതെ. അടുത്ത സീസണിന് വേണ്ടി കാത്തിരുന്നു വയ്യ, അല്ലെങ്കിൽ ധർണ ഇരിക്കേണ്ടി വരുന്നൊക്കെ തമാശയായിട്ട് ഈ റിവ്യൂവിൽ പറയുന്നുണ്ട്. അത് ശരിയാണ്, എല്ലാവരും ആ ഒരു ഫീലിലാണ്. മൊത്തത്തിൽ അവർ കൊടുത്ത റേറ്റിംഗ് 4.5 സ്റ്റാർ ആണ്. 1/2 സ്റ്റാർ കുറച്ചതിന് പറഞ്ഞ കാരണങ്ങൾ രസമുണ്ട്. എന്താണാവോ? ഒരാൾ പറഞ്ഞത് റിങ്കിയെയും അഭിഷേകിനെയും പെട്ടെന്ന് ഒന്നാക്കാത്തതിനാണ് 1/2 സ്റ്റാർ കുറച്ചതെന്ന്. കൊള്ളാം. വേറൊരാൾ പറഞ്ഞത് ഇത് ഗ്രാമമാണെങ്കിലും കഥാപാത്രങ്ങളുടെയൊക്കെ മനസ്സൊരുപാട് വലുതാണ്, കുറച്ചുകൂടെ നെഗറ്റീവ് ആവാമായിരുന്നു, അതുകൊണ്ട് 1/2 സ്റ്റാർ കുറച്ചുവെന്ന്. അത് രസമായിട്ടുണ്ടല്ലോ, ഷോയോടുള്ള ഇഷ്ടം കൊണ്ടാണത്. അതെ. ഈ റിവ്യൂവിന്റെ അവസാനം അവരൊരു സന്ദേശം പോലെ പറയുന്നുണ്ട്. പഞ്ചായത്ത് കാണൂ, പഞ്ചായത്ത് മനസ്സിലാക്കൂ, പിന്നെ ഏറ്റവും പ്രധാനം പഞ്ചായത്ത് ജീവിക്കൂവെന്ന്. അതെ, അത് ഷോ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോ ഈ റിവ്യൂ അനുസരിച്ച് ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്ത് സീസൺ 4 ശരിക്കും ഒരു വിജയമാണ്. അതെ, നല്ല സ്ട്രോങ് കഥാപാത്രങ്ങൾ, ടെക്നിക്കൽ ബ്രില്യൻസ്, പിന്നെ പഞ്ചായത്തിന്റെ ആ ഒരു യുണീക്ക് സ്റ്റൈൽ, നർമ്മവും ഇമോഷൻസും കലർന്നുള്ള ആ രീതി. ശരിയാണ്. അതെല്ലാം ഈ റിവ്യൂ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ, ഒരുപക്ഷെ ആ റൊമാൻസിന്റെ കാര്യത്തിലൊക്കെ പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻസ് പൂർണ്ണമായി മീറ്റ് ചെയ്തില്ല എന്നും ഒരു സൂചനയുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഈ റിവ്യൂ പറയുന്നത് പ്രേക്ഷകർക്ക് അത്രയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളെ ഉണ്ടാക്കാനും അവർക്ക് എൻഗേജ് ചെയ്യാൻ തോന്നുന്ന ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാനും ഷോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ, ആ ഒരു റിയാലിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ് അതിന്റെ പ്രധാന വിജയമന്ത്രം എന്നും ഈ റിവ്യൂ പറയുന്നു. തീർച്ചയായും. ഇനിയിപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഒന്ന് ആലോചിക്കാനൊരു കാര്യം, ഇന്നത്തെ ഈ ഫാസ്റ്റ് പേസ്ഡ് ലോകത്ത്
ഫൂലേറ പോലൊരു ഗ്രാമത്തിലെ ഇത്ര സാധാരണക്കാരായ മനുഷ്യരുടെ ലളിതമായ കഥകൾക്ക് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ മനസ്സിനെ ഇത്ര പിടിച്ചിരുത്താൻ കഴിയുന്നത്?